ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചൂര വറുത്തരച്ച കറിയാണ്. അപ്പോൾ അതിനൊരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതായി വരുമ്പോൾ നമുക്ക് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊതുവെ നമ്മൾ അങ്ങനെ വറുത്തരച്ച കറി മീൻ കറി ഉണ്ടാക്കുന്നത് കുറവാണ്, പക്ഷെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അതിലിപ്പോൾ നമ്മൾ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് നാളികേരം, ഇപ്പോൾ ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പിലയൊക്കെ കൂടി ഇത് നാളികേരം വറുത്തെടുക്കുകയാണ്. അത് മാത്രമാണ്. ഇപ്പോൾ ഞാനിതിൽ കടുക് പൊട്ടി വന്നപ്പോൾ ഒരു 1/4 ടീസ്പൂണിന് താഴെ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2.5 kg ചൂരയുണ്ട് കേട്ടോ. അപ്പോൾ 2 സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വഴന്ന് വരട്ടെ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നാളികേരം വറുക്കുന്നുണ്ട്. ഞാനിപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടെ ഉണ്ടാകുന്ന വെച്ചിട്ട് ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഒരു മുറി തേങ്ങ അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അതും ഒരു 5-6 വെളുത്തുള്ളിയുടെ ഇതും, പിന്നെ ഒരു 2 പച്ചമുളക്, ചുവന്നുള്ളി ഒരു 10 എണ്ണം, വേപ്പിലയൊക്കെ ഇട്ട് വറുത്തെടുക്കണം ഞാൻ. ഇപ്പം ഞാനിത് ഇട്ട് കൊടുത്തത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി 2 കുടം, പച്ചമുളക് അതൊരു 3 എണ്ണമാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമണം പോണ വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇതായി വരുമ്പോൾ നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ നാളികേരം വറുത്തെടുക്കുന്നുണ്ട്. അതിൽ ചേർത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇനി ചേർക്കണത് ഇതിൽ പൊടികളാണ്. അപ്പോൾ ഇതിൽ ചേർക്കണത് 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ചെറിയ സ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി. ഇതൊക്കെ ഇട്ട് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം പോണ വരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 3 ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വഴന്ന് വരട്ടെ. വഴന്ന് വരുമ്പോൾ ഒരു 3 കഷ്ണം അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണം കുടപ്പുള്ളി ഞാൻ സോക്ക് ചെയ്ത് വെച്ചാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 1.5 കപ്പ് അത്യാവശ്യം വലിപ്പമുള്ള കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 2.5 kg മീനുണ്ട്. അപ്പോൾ ഇനി തിളച്ച് വരട്ടെ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ എന്താ പുളിയൊക്കെ ഇറങ്ങിയതിന് ശേഷം വേണം നമുക്ക് പിന്നെ മീനിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നാളികേരം വറുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അത് വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഇപ്പോൾ ഇത് ആയി വന്നപ്പോൾ വേപ്പിലിട്ടു. ഇനി മീനിട്ട് കൊടുക്കാം. അത് ആയി വരട്ടെ. അപ്പം ഞാൻ നാളികേരം വറുത്തുകൊണ്ടിരിക്കുന്നതിൽ ഇട്ടത് പറഞ്ഞല്ലോ. ഞാനൊരു 3-4 വെളുത്തുള്ളിയുടെ പോറ്റും, ഒരു 10 ചുവന്നുള്ളി, വേപ്പില, ഒരു ചെറു കഷ്ണം ഇഞ്ചി. ഇപ്പം ഞാനതായി വന്നപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അത് നമ്മൾ ഇതായി വരുമ്പോൾ ചൂടാറാൻ വെച്ചിട്ട് നമുക്കത് അരച്ചെടുക്കാം. ഒരു വലിയ മുടി തേങ്ങയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ മീനായി വന്നിട്ടുണ്ട് കണ്ടോ. ഈ തേങ്ങ അതിലിടുമ്പോൾ അയ്യോ വളരെ ടേസ്റ്റാണ്. അതിൻ്റെ പ്രത്യേകത കഴിച്ച് നോക്കിയാലോ പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു മണോ പൊതുവെ അങ്ങനെ വറുത്തരച്ച് വയ്ക്കൽ കുറവാണ് മീൻ കറി. ഇതിങ്ങനെ ചേർക്കുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക കട്ടി നല്ല മണമാണ്. അത് വറുത്തരച്ച കാരണം നാളികേരത്തിൻ്റെ ഒരു ഇതില്ലേ, ഒരു പ്രത്യേക മണം. ഇനി അതൊന്ന് പറ്റി വരണം നന്നായി. അധികം ചാറുണ്ടാവില്ല, എന്നാൽ ചാറുണ്ട് താനും. അങ്ങനെയാണ് ഈ കറി ഇട്ട. ഈ നാളികേരം കൂടി അതിൽ പിടിച്ച് വരണം. അപ്പോൾ അതിരുന്ന് തിളച്ച് വരട്ടെ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇതിങ്ങനെ ഒന്നുകൂടി പറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും പറ്റിച്ചാൽ മതി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇരുന്ന് കുറുകും.
വളരെ ടേസ്റ്റിയാണ് ഇതിൻ്റെ ഗ്രേവിക്കും ഒക്കെ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇത്തിരി മല്ലിയില ഇട്ട് കൊടുത്തു.